ഗൈസ് അങ്ങനെ ഇതാണ് പ്യാസ വെനീസ. ഇനി അതിൻ്റെ ഉള്ളിൽ കയറണം. സ്റ്റെപ്പൊക്കെ ഉണ്ട്. അതേ കുറേ പേർ അതിലേ കൂടെ ഒക്കെ കയറുന്നുണ്ട്. ഇതുണ്ടോ രാജാക്കന്മാരുടെ പണ്ടത്തെ അതുണ്ടോ. പിന്നെ റോമിൻ്റെ ഒരു കൊടിയും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ബസ്സിൻ്റെ സ്റ്റോപ്പുകൾ, ബസ് സ്റ്റാൻഡാണിത്. അപ്പം മേളിൽ ചെന്നിട്ട് കാണാം ഗൈസ്. ഗൈസ് അങ്ങനെ പകുതി വരെ വന്നു. അയ്യോ മടുത്തു. കണ്ടോ ആൾക്കാരൊക്കെ മേളിലേക്കൊക്കെ പോകുന്നുണ്ട്. ഗൈസ് ഫൈനലി ഞാൻ പ്യാസ വെനീസയിൽ വന്നു. അയ്യോ മടുത്തുപോയി. കണ്ടോ എല്ലാവരും ഉണ്ട്. കണ്ടോ അത് സ്റ്റെപ്പാണ്. അയ്യോ നല്ല ഭംഗിയുണ്ട്. റോം ഫുള്ളായിട്ട് കാണാൻ പറ്റും. കണ്ടോ എല്ലാവരും മടുത്തിട്ട് അവിടെയൊക്കെ പോയി ഇരിപ്പുണ്ട്. അയ്യോ ഞാനും മടുത്തുപോയി ശരിക്കും. ഗൈസ് ഇവിടുത്തെ വ്യൂ ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സോ കണ്ടേച്ചു വരൂ. ഓക്കെ कम्युनिटी ज्वाइन करनी है तुमने। दोनों जल्दी आइए, देख मेरे फोन में वो कम है, नेटवर्क कम है। सीजर ഗൈസ് ഇതാണ് പ്യാസ വെനീസ. കണ്ടോ രാജാക്കന്മാരുടെ പണ്ടത്തെ രൂപമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ റോമിൻ്റെ കൊടി, പിന്നെ താഴെക്കൂടെ റോഡ്, ബസ്സൊക്കെ ഓടുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ അവിടെ നിന്ന് താഴെ ആൾക്കാർ നടന്നു കയറി മുകളിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് എൻട്രി ഉണ്ട്. പാസ് എടുക്കണം. ഞാൻ എടുത്തിട്ടില്ല. ഇവിടം വരെ വരത്തുള്ളൂ. ഇവിടെ വരെ വരാനായിട്ട് ഫ്രീ ആണ്. അപ്പുറയിലേക്ക് കയറണമെങ്കിൽ, ഇതിൻ്റെ മുകളിലേക്ക് കയറണമെങ്കിൽ പാസ് എടുക്കണം. ഞാൻ പാസ് എടുത്തിട്ടില്ല. ഇവിടം വരെ വന്നപ്പോഴേ വന്ന് കയറി. എന്നാലും മടുത്തുപോയി. നടയൊക്കെ കയറി. കുറേ സ്റ്റെപ്പുകളുണ്ട്. പിന്നെ കുതിരയുടെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ നല്ല ഭംഗി കാണാൻ. ഗൈസ് അങ്ങനെ റോമിൻ്റെ ഫുൾ ഭാഗവും ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. കണ്ടോ ഓരോരോ കെട്ടിടങ്ങളും. നല്ല വ്യൂ ആണ് കാണാനായിട്ട്. അങ്ങനെ ഫുള്ളും കണ്ടു. ഗൈസ് അങ്ങനെ പ്യാസ വെനീസ കണ്ടു കഴിഞ്ഞു. ഇനി പതിയെ തെറിക്കുകയാണ്. ഇവിടെ നിന്ന് നേരെ കൊളോസയം. ഇവിടെ നിന്ന് കുറച്ച് കിലോമീറ്റർ ഉള്ളൂ നടക്കാൻ. ഏകദേശം 1 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു. 1.5 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു നടക്കാൻ. ഏതായാലും അവിടം വരെ കണ്ടേച്ച് വരാം. ഓക്കെ ഗൈസ് ബൈ.